കൃതജ്ഞത അറിയിക്കുന്നതിനായി ശതോത്തര കനക ജൂബിലി പ്രോഗ്രാം കൺവീനറായി പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് ജെറി ടി യേശുദാസനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ അടൂർ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ റൈറ്റ് റെവറൻ മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ തിരുമേനി ഇന്ന് നമ്മോടൊപ്പം കടന്നു വന്ന് മുഖ്യ സന്ദേശം നൽകിയ മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ 22ാം മെത്രാപ്പോലിത്ത ആയിരിക്കുന്ന മോസ്റ്റ് റെവറൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനി, ഈ വേദിയിലായിരിക്കുന്ന വന്യവൈദിക ശ്രേഷ്ഠരെ, മത സാംസ്കാരിക നേതാക്കന്മാരെ, മാതാപിതാക്കളെ, യുവതി യുവാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ലൈവിലൂടെ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളട്ടെ. 150 വർഷത്തിന്റെ വലിയ ചരിത്ര പ്രാധാന്യ ദിവസങ്ങളിലൂടെ കടന്നുപോയപ്പോൾ നമ്മെ നടത്തിയ ദൈവത്തിന് 1000 സ്തുതിസ്തോത്രങ്ങൾ കരയേറ്റാം. തിരിഞ്ഞു നോക്കുമ്പോൾ പൂർവ്വ മാതാപിതാക്കന്മാർ നമുക്ക് നൽകിയ ഒരു വലിയ വിശ്വാസം, അതിന്റെ പാരമ്പര്യം ഇന്നും കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം നാം എത്രത്തോളം പരിശ്രമിക്കുന്നു എന്നുള്ളതും ഒരു ഓർമ്മപ്പെടുത്തലാണ്. നവീകരണ ആശയവുമായി അതിന്റെ പിന്തുടർച്ചക്കാരായി തുടർന്നും നമുക്കും നമ്മുടെ തലമുറയ്ക്കും ഈ കോഴിക്കോടിന്റെ പ്രദേശത്ത് ഒരു വലിയ തീനാളമായി ജ്വലിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 150 വർഷത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആരംഭിച്ചിട്ട് ഇന്ന് 1 വർഷം പൂർത്തീകരിക്കുമ്പോൾ വിവിധ പരിപാടികളും വിവിധ പ്രോജക്റ്റുകളുമായി ഈ കാലങ്ങളിൽ ഇടവകയ്ക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചു. നേരത്തെയൊക്കെ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ A.T. തോമസ് അച്ഛൻ വീണ്ടും പറഞ്ഞ് നമ്മെ ഓർമ്മപ്പെടുത്തിയതുമാണ് തന്നെ പല രീതിയിലുള്ള ആശയങ്ങളും അതുപോലെ തന്നെ ആശയങ്ങൾ തമ്മിലുള്ള വ്യതിയാനങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ പലപ്പോഴും പലരും പല രീതികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മുഖം കറുപ്പിക്കാറായിട്ട് ഉണ്ടാകാറുണ്ട്. ഈ 150 വർഷത്തിന്റെ ഈ സമാപന സമ്മേളനത്തിൽ എത്തിച്ചേരുമ്പോഴും ഒരുപാട് പ്രതിസന്ധികളെ മറികടന്നാണ് കോഴിക്കോട് സെന്റ് തോമസ് മാർത്തോമ ഇടവകയ്ക്ക് ഇപ്രകാരം ഈ സമാപന സമ്മേളനത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിച്ചത്. ഈ സമയത്ത് വിശ്വപൗരനായ APJ അബ്ദുൽ കലാം ഓട്ടോബയോഗ്രഫിയിൽ എഴുതിയത് എൻ്റെ ഓർമ്മയിൽ നിന്നും രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. പ്രോബ്ലംസ് ആർ എ പാർട്ട് ഓഫ് ലൈഫ്. Suffering is the essence of success. As someone said, God has not promised sky always blue, flower-driven pathways all our life through. God has not promised sun without rain, joy without sorrow, peace without pain. If God is with us, who can be against us? But God has promised strength for the day, rest for the labor, light for the way. ഈ പ്രതിസന്ധികളെ മറികടന്ന് ഇപ്രകാരം ഈ സമാപന സമ്മേളനത്തിൽ എത്തിച്ചേരുമ്പോൾ ദൈവത്തിന് 1000 നന്ദി. ഇപ്രകാരം 2025 ആണ്ടിന്റെ ഫെബ്രുവരി മാസം 26-ാം തീയതി സമാപന സമ്മേളനം ക്രമീകരിച്ചപ്പോൾ ഈ യോഗത്തിന് അധ്യക്ഷനായി നമ്മോടൊപ്പമായിരിക്കുന്നത് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ കൊച്ചു തിരുമേനി, പ്രത്യേകിച്ച് നമ്മെ സംബന്ധിച്ച് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുകയും അന്ന് വന്ന് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്ത് ഇന്നും നമ്മോടൊപ്പം കൂടെ നിന്ന്
നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും നമ്മെ കരുതുകയും ചെയ്യുന്ന റൈറ്റ് റവറൻ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ തിരുമേനിയെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ശതോത്തര കനക ജൂബിലിയുടെയും പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ 22ാം മെത്രാപ്പോലിത്ത മോസ്റ്റ് റവറൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലിത്ത ഇന്ന് വന്ന് മുഖ്യ സന്ദേശം നൽകി ഉദ്ഘാടനം ചെയ്യുകയും നമ്മോട് വീണ്ടും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുവാൻ തക്കവണ്ണം ഓർമ്മപ്പെടുത്തലുകൾ നൽകുകയും ചെയ്ത അഭിവന്യ തിരുമേനിയുടെ ശുശ്രൂഷ തുടർന്നും സഭയ്ക്കും ലോകത്തിനും ആകമാനം നന്മയുള്ളതായി തീരട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ശതോത്തര കനക ജൂബിലിയുടെ പേരിലുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് നമ്മോടൊപ്പം കടന്നു വരേണ്ടതായിരുന്ന കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി ശ്രീ ജോർജ് കുര്യൻ അവറുകൾ അദ്ദേഹത്തിന്റെ ആശംസ അറിയിച്ചു. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ആലപ്പുഴ MP ആയിരിക്കുന്ന ശ്രീ KC വേണുഗോപാൽ അവറുകൾ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹം ആശംസ അറിയിച്ചു. അദ്ദേഹത്തോടുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഇതിന്റെ ഭാഗമായിരിക്കുമ്പോൾ മുൻ വികാരിയായിരുന്ന AT തോമസ് അച്ഛൻ ആശംസ അറിയിച്ചു. അതുപോലെ തന്നെ ഇടവക വൈദിക പ്രതിനിധിയായിരിക്കുന്ന K ശൗമേലച്ചൻ, സെൻട്രൽ ക്ലർജി പ്രതിനിധിയായിരിക്കുന്ന രഞ്ജു രാജനച്ചൻ, ഇവരോട് 3 പേരോടും ഒപ്പം ഇന്ന് കടന്നു വന്ന സീനിയർ പട്ടക്കാരനായിരുന്ന KN ജോണച്ചൻ, തോമസ് ജോണച്ചൻ, അതുപോലെ സാമുവൽ സന്തോഷച്ചൻ, സിബിനച്ചൻ, ഏജിലച്ചൻ, അതുപോലെ നമ്മുടെ മക്കളായ VT യേശുദാസൻ അച്ഛൻ, തോമസ് ബേബി അച്ഛൻ, ഫിലിപ്പ് ബേബി അച്ഛൻ എന്നിവരോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ ഇടയിൽ നിന്നും അല്ലെങ്കിൽ നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ജാതി മത വിവേചനങ്ങളില്ലാത്ത ഇന്ന് നമുക്ക് ആശംസകൾ അറിയിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന സലീം പുതുക്കാട്ട് അവറുകൾ, ശ്രീ സുരേഷ് പനക്കുളങ്ങര അവറുകൾ, ശ്രീ തയ്യൽ തുളസി അവറുകളോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. ഈ യോഗത്തിൽ ഇതിന്റെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത് കോഴിക്കോട് സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ വികാരിയായിരിക്കുന്ന തോമസ് കോശി അച്ഛനാണ്. അച്ഛന്റെ ഈ നാളുകളിലുള്ള നേതൃത്വം, ഈ നാളുകളിലുള്ള നിർദ്ദേശങ്ങൾ ഇതുവരെ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടായിരുന്നു. അച്ഛനും കൊച്ചമ്മയും മകളും ഈ കുടുംബത്തിന്റെ ഭാഗമായി നിന്ന് ഈ ശതോത്തര കനക ജൂബിലിക്ക് വേണ്ട ക്രമീകരണങ്ങൾക്ക് വേണ്ട ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകി അച്ഛനോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. ഈ ശതോത്തര കനക ജൂബിലിക്ക് ജൂബിലി ഗാനം ആലപിച്ച കൊയറംഗങ്ങൾ മനോഹരമായി ഈ നാളുകളിൽ നമ്മളുടെ കൊയറംഗങ്ങൾ ഏത് പരിപാടിക്കും ഗാനങ്ങൾ ആലപിക്കുന്നു. അവരോടും അതിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ റിജോ സൈമൺ, പ്രത്യേകിച്ച് ഇന്ന് സൗണ്ട്സ് അറേഞ്ച് ചെയ്ത സാം ഓഡിയോസ് ഡോക്ടർ സാം, അതുപോലുള്ള മറ്റ് പ്രവർത്തകർ, അവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. ലൈറ്റിന് ക്രമീകരണങ്ങൾ ചെയ്ത പല്ലവി ലൈറ്റ്സ്, അവരോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. ഒരു വലിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ വിവിധ പ്രകാരങ്ങളിലുള്ള കൈത്താങ്ങലുകൾ ലഭിക്കുക എന്നുള്ളത് അതിന്റെ വലിയ ആവശ്യകതയാണ്. ഒരുപക്ഷെ 150 വർഷത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇതിന്റെ ഭാഗമായി നിന്ന് വിവിധ തര കൈത്താങ്ങലുകൾ നൽകുവാൻ ഞാനടക്കം ഒരു ശതോത്തര കനക ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ ഉണ്ടായിരുന്നു. വിവിധ കമ്മിറ്റികൾ, പ്രത്യേകിച്ച് ഓരോരുത്തരുടെയും പേര് രേഖപ്പെടുത്താതെ തന്നെ അത് ഓൾറെഡി ജനറൽ കൺവീനർ പറഞ്ഞതായതുകൊണ്ട് പറയുന്നില്ല. എന്നാൽ എല്ലാവരും ചേർന്ന് നിന്ന് പ്രവർത്തിച്ചതിന്റെ ഒരു വലിയ ഫലമാണ് ഇന്ന് നാം ഈ കാണുന്ന ഈ സന്തോഷകരമായ സമാപന സമ്മേളനത്തിന്റെ അവസാന നിമിഷം. ഇതൊരു അവസാനമായി നമുക്ക് തോന്നുന്നെങ്കിലും ഇതൊരു അടുത്ത യാത്രയുടെ ആരംഭമാണ്. 200ലേക്കുള്ള യാത്ര. ഒരുപക്ഷെ ഞാനും നിങ്ങളും ഇവിടെ കാണില്ലായിരിക്കും. എന്നാൽ അടുത്ത തലമുറ പറയണം, എൻ്റെ മാതാപിതാക്കൾ 150 വർഷം ആഘോഷിച്ചപ്പോൾ സഭയ്ക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്തു, സമൂഹത്തിന് ഇത്ര കാര്യങ്ങൾ ചെയ്തു, ഞങ്ങൾക്കും ഇതൊക്കെ ചെയ്യണമെന്ന്. അതുകൊണ്ട് എനിക്ക് ലഭിച്ച ഈ അവസരം ഒരു ദൈവ നിയോഗമായി കാണുന്നു. ഈ കോഴിക്കോട് ഇടവകയുടെ ദീർഘനാള ചുമതലക്കാരൻ അല്ലെങ്കിൽ ദീർഘനാള് വിവിധ പ്രവർത്തനങ്ങളിലായിരുന്ന
എൻ്റെ വല്യപ്പച്ചൻ ഗ്രേസ് ഹൗസിൽ ഐ തോമസ് സാറിനെ സ്മരിച്ചുകൊണ്ട് ആർക്കെങ്കിലും നന്ദി രേഖപ്പെടുത്താൻ വിട്ടുപോയി എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഞാൻ നന്ദി രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് കോമ്പയർ ചെയ്തവരുണ്ട്, ഇതിന്റെ ഭാഗമായി പ്രവർത്തിച്ച ചുമതലക്കാരുണ്ട്. അങ്ങനെ ഒത്തിരി ആളുകളുടെ കൂട്ടായ ഒരു യജ്ഞമാണ് ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് അതിന്റെ ഭാഗമായി നിന്ന എല്ലാവരും ഓർക്കുന്നു. സാമ്പത്തികമായി സഹായിച്ചവർ, കൈത്താങ്ങലുകൾ നൽകിയവർ, പ്രാർത്ഥിച്ചവർ, ഇതിന്റെ ഒരുപാട് കാര്യങ്ങളിൽ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയവർ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് DSMC ലൈവിനെയും ഈ സമയത്ത് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സമാപന പ്രാർത്ഥനയ്ക്കായി ശ്രീ ജോർജ് യോഹനാനെ ക്ഷണിക്കുന്നു. തുടർന്ന് റൈറ്റ് റെവറൻ മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ തിരുമേനിയുടെ ആശീർവാദത്തോടു കൂടി യോഗം സമാപിക്കുന്നതാണ്.